ഇല്ലേ? വഴക്ക് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മനസ്സിനെ ഫുള്ള് നെഗറ്റീവ് ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. വഴക്കെന്ന് പറയുമ്പം ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ട്. അതിൻ്റെ പേരിൽ വീട്ടിൽ ഉള്ളവർ പരസ്പരം മിണ്ടാതിരിക്കുക, സഹകരിക്കാതിരിക്കുക. വീടിന് പുറത്തേക്കാണെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ, ഇല്ലേ, എല്ലാവരുടെ ഈ ഒരു വഴക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്കിടുമ്പോൾ അവരുടെ മനസ്സ് ഇച്ചിരി സോഫ്റ്റാണ്. അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുള്ളവരാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്നത്. ചിലരൊരു മൈൻഡുണ്ട്. ഇപ്പം രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പിണക്കം ഉണ്ടായി, അതൊരു നിമിഷത്തേക്കാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു വ്യക്തി അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക, പിണക്കം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. ചിലരുണ്ട് എത്ര ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ ചത്താൽ പോലെ നീ എന്നെ കാണാൻ വരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുപ്പിക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയും. അതായത് വേണ്ടെങ്കിൽ വേണ്ട, അത് എന്നേക്കുമായി വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ടല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് വലിയ വലിയ പിണക്കങ്ങളുമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കും. ഒരു സുപ്രഭാതത്തിൽ പിണങ്ങിയ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? പെട്ടെന്ന് ഷോക്കായി പോകും. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അന്നുണ്ടായ വഴക്കായിരിക്കും. ഇല്ല, ഇനിയും കാണാൻ പറ്റില്ല, ഇല്ല, ജീവനോട് ഇനിയും കാണാൻ പറ്റില്ലല്ലോ, അവസാനമായിട്ടൊന്ന് കാണാൻ പോകണ്ടേ. പോയി കഴിയുമ്പോഴും കണ്ണ് നിറയില്ലേ ആളിനെ കാണുമ്പോൾ. പിന്നെ അയലത്തുള്ളവർ ആയിട്ടുള്ള വഴക്ക്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ പെട്ടെന്ന് ഈ വഴക്കെല്ലാം മറന്ന് ഓടിയെത്തുന്നത് ഈ അയലത്ത് ഉള്ളവർ, അതായത് അയൽപ്പക്കം താമസിക്കുന്ന ആളുകൾ തന്നെയാണ്, അല്ലേ. വീട്ടിൽ ഉള്ളവർക്ക് തമ്മിലിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു പനി വന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാഴിക പെട്ടെന്ന്, അപ്പോഴും വീട്ടിലുള്ള മറ്റുള്ളവരായിരിക്കുമല്ലോ ഓടിയെത്തുന്നത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് പിണക്കമെല്ലാം മറക്കും നമ്മളെല്ലാവരും, അല്ലേ. അപ്പം പക്ഷേ ഈ വലിയ വലിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കുക, ഈ വാശി. അപ്പം നമുക്ക് വഴക്കുണ്ടാകുമ്പോഴെന്താണ്, ഒരാൾക്ക് മറ്റൊരാളെ ജയിക്കണമെന്നുള്ള ആ തോന്നലാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാമോ അതെല്ലാം നമ്മൾ മാക്സിമം വിളിച്ചു പറയും. എന്നാലേ അയാളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിളിച്ചു പറയും, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും. എങ്കിൽ ആരും ആ സമയത്ത് ചിന്തിക്കുന്നില്ല ചുറ്റുമുള്ളവർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊന്നും ചിന്തിക്കുന്നില്ല, എല്ലാം അങ്ങ് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും മറ്റുള്ളവരറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പറയുന്ന ആൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് തുറന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ ആർക്കാണോ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അയാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ അയാൾക്ക് എല്ലാവരും ഇത് അറിഞ്ഞല്ലോ എന്നുള്ള ഒരു നിമിഷത്തെ ആ തോന്നൽ മനസ്സിനെ വലിയ ആഘാതം ഉണ്ടാക്കും. ആ ആഘാതം ഒരുപക്ഷെ അയാളുടെ ജീവനെ തന്നെ എടുത്തേക്കാം, ആത്മഹത്യ ചെയ്തേക്കാമെന്ന് തോന്നും. കാരണം ഒരു നിമിഷത്തെ ചിന്തയാണ്, മാറി ചിന്തിക്കും നമ്മുടെ മനസ്സ്. കാരണം എല്ലാവർക്കും ഒരു ആത്മാഭിമാനം ഉള്ളവരാണ്. ആ അഭിമാനത്തെ മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നു, അതും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അതാണ് മനുഷ്യരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ചിലരതിനെ തരണം ചെയ്യും, പക്ഷെ ചിലർക്ക് നിഷ്കളങ്കമായ മനസ്സുള്ളവരെന്താണ് അതിനെ തരണം ചെയ്യില്ല. അവർക്ക് പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു ഭാഗത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ വഴക്കുണ്ടാക്കിയ ആളിനെന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ ആരായാലും അവർക്ക് അവരുടെ മരണം വരെ അതൊരു വലിയ വിഷമമാവും. മാത്രമല്ല ചുറ്റുപാട് ഇത് കേട്ട് നിന്നവർക്കറിയാം ഇന്ന ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അയാൾ ഈ ജീവിതം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അത് കാട്ടുതീ പോലെയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്നാണ് സ്പ്രെഡ് ആകുന്നത്.
പെട്ടെന്ന് പടരും. ഈ ഒരു വ്യക്തി താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് പറഞ്ഞത് എന്തായി മാറും? വലിയൊരു അപരാധമായി മാറും, ഒരു ജീവൻ എടുക്കാൻ തക്ക കാര്യമായി മാറും അല്ലേ? സമൂഹത്തിന് മുന്നിൽ വലിയൊരു കുറ്റവാളിയായി മാറും. ഈയിടയ്ക്ക് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളെല്ലാം ടി വിയിൽ വലിയ വാർത്തയായിട്ട് കണ്ടതും അതിനെ തുടർന്നുള്ള അറസ്റ്റും ഇല്ല ജയിൽവാസമൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും പറയുമ്പോൾ എന്താണ് ആ കേൾക്കുന്ന ആൾക്കും ഒരു മനസ്സുണ്ട് എന്നോർത്ത് വേണം പറയാനായിട്ട്. പിന്നെ നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ തിരിച്ച് പറയണം. പറയണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. തിരിച്ച് മിതമായ രീതിയിൽ നമുക്ക് പറയാം, അത് നമ്മുടെ അവകാശം തന്നെയാണ്. നമ്മൾ എല്ലാം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയുന്നതിൻ്റെ ഇത് കൂടിക്കൂടി വരും. നമ്മൾ സത്യമായിട്ട് അവരുടെ ആ പറച്ചിൽ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് നമ്മൾ തീർച്ചയായിട്ടും ഇല്ലേ ഒരു പ്രതിരോധം നമ്മൾ തീർക്കണം. അപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്. വഴക്കിടുമ്പോൾ നമ്മൾ അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. ദേഷ്യമാണോ, വഴക്കുണ്ടാകുമ്പോൾ ദേഷ്യമാണ്, നമ്മളെല്ലാം വിളിച്ചു പറയും. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ മനസ്സിനെ ഒന്ന് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. വേറെ എന്തൊക്കെ പറയും, നീ പോടാന്നോ നീ പൊടിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ഒക്കേഷൻ, ആ ഒരു സന്ദർഭത്തിൽ നിന്ന്, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുക, ഒന്ന് ശാന്തമാകുന്നവരെ. അല്ല ഇത് തുടർന്നും പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ ഒരു സാഹചര്യം ഉണ്ടാവാതെ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? എന്താണ് നമുക്ക് പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പേര് മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങ് മറന്നു പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാൻ. അപ്പം വീണ്ടും ഞാനൊന്ന് പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.